നമസ്കാരം. കഴിഞ്ഞ ദിവസം, അതായത് പോളിംഗ് ദിനത്തിലും കേരളത്തിലെ ചർച്ച ഇപ്പോൾ ഒരേ ഒരു നേതാവിനെ ചൊല്ലിയാണ്. അതാണ് ഇടതുമുന്നണി കൺവീനറും മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവും തലപ്പൊക്കമുള്ള നേതാവുമായിട്ടുള്ള EP ജയരാജൻ. രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് 30 വർഷം മുമ്പ് കണ്ണൂരിൽ അയാൾ അർദ്ധപ്രാണനായി വന്നിറങ്ങിയപ്പോൾ അന്ന് അയാൾ പാർട്ടിയുടെ ഹീറോ, ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ ഇമേജാണ് പിന്നീടുള്ള കാലം EP ജയരാജന് ഉണ്ടായിരുന്നത് എന്നത്. കഴുത്തിൽ കോളറിട്ട വെടിയുണ്ടയുടെ ഒരു ഭാഗം വഹിക്കുന്ന വലിയ ശരീരവുമായി പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ EP ജയരാജൻ എന്ന EPയുടെ ജൈത്രയാത്രയായിരുന്നു പിന്നെ ഉണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയാകുന്നു. പക്ഷേ പിന്നീടുള്ള കാലം ജയരാജൻ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. 2021 മറ്റൊരുപാട് നേതാക്കൾക്കൊപ്പം EPക്കും സീറ്റ് നിഷേധിക്കപ്പെടുന്നു. പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ EP തനിക്ക് ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതുണ്ടായില്ല. ഇതോടെ ഇനിയൊരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്ന പരസ്യ പ്രഖ്യാപനമാണ് EP ജയരാജൻ നടത്തിയത്. ഒരു 6 മാസക്കാലത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും എന്തിന് പ്രവർത്തകരുമായി പോലും മിണ്ടാതെയാണ് കഴിച്ചുകൂട്ടിയത് എന്നുള്ളതാണ് വസ്തുത. കോടിയേരിയുമായി EPക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധമായിരുന്നുവെങ്കിലും കോടിയേരിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ MV ഗോവിന്ദനുമായി EPക്ക് അത്ര നല്ല ബന്ധമല്ലായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. MV ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന സെക്രട്ടറി ആയതോടെ, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ പാർട്ടിയിലും സർക്കാരിലും EPക്ക് യാതൊരു റോളുമില്ലാതായി എന്നുള്ളതാണ്. ഇടതുമുന്നണി കൺവീനറായിട്ടുള്ള EP MV ഗോവിന്ദൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ തന്നെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ പൊന്നാട അണിയിക്കുവാൻ വേണ്ടിയിട്ട് പോയ കാര്യങ്ങളടക്കം വിവാദമായിരുന്നു. അത് കേരളം സാക്ഷിയാണ്. പക്ഷേ ഇതിനെല്ലാം ഇടയാക്കിയത് പാർട്ടിയിൽ നിന്നുണ്ടായ തുടർച്ചയായിട്ടുള്ള അവഗണനയാണ് എന്നുള്ളതാണ്. EPയുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഒരു വേള പാർട്ടി വിടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇത്തരത്തിലുള്ള അവഗണനകൾ തന്നെയാണ് എന്ന് തന്നെയാണ് EPയുടെ അടുത്ത വൃത്തങ്ങളടക്കം നൽകുന്ന സൂചന. EPക്ക് മതിയാവുകയായിരുന്നു പാർട്ടിയെന്ന്. പിണറായിയും EPക്കെതിരെ തിരിഞ്ഞോടുകൂടി പിണറായി ഭക്തിയിൽ സുഗ്രീവനാണ് EP എന്ന് പറയേണ്ടി വരും. അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള വിമർശിക്കുന്ന നേതാവായിരുന്നു EP ജയരാജൻ. പക്ഷേ അടുത്ത കാലത്ത് അദ്ദേഹവും ഈ പിണറായിയുമായിട്ടുള്ള ബന്ധം മികച്ചതല്ലാതായി മാറി. പാർട്ടിയുടെ സാമ്പത്തിക നാഡിയാണ് EP എന്ന് പറയപ്പെടുന്നത്. പാർട്ടിയിൽ കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും ഒക്കെ കാലം കഴിഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞ EPയാണ് ഇന്നും പാർട്ടിയുടെ മികച്ച ഫണ്ട് റൈസർ. പാർട്ടിക്കും മുതലാളിമാർക്കും ഇടയിലുള്ള പാലമാണ് EP ജയരാജൻ. അധിനിവേശ പ്രതിരോധ സമിതിയും അതിൻ്റെ നേതാക്കളായിട്ടുള്ള KC ഉമേഷ് ബാബുവിനെ പോലുള്ളവരുമൊക്കെ ആരോപിക്കുന്നുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. അങ്ങനെ പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ആശയം പോലും EP ജയരാജൻ്റേതായിരുന്നു. കണ്ണൂർ തെക്കി ബസാറിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മൈത്രി വയോധിക സദനത്തിലും ഈ ജനനേതാവിൻ്റെ സ്നേഹാർദ്രമായിട്ടുള്ള കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാം. നായനാർ ഫുട്ബോളിൽ ഫാരിസ് അബൂബക്കറിൽ നിന്ന് അടക്കം ലക്ഷങ്ങളുടെ സംഭാവന EP നേടിയെടുത്തു എന്നുള്ളത് വസ്തുതയാണ്. ദേശാഭിമാനി എന്ന് പറയപ്പെടുന്ന പത്രത്തെ ആധുനികവൽക്കരിച്ച് പ്രൊഫഷണൽ മികവിലേക്ക് നയിച്ചതിൽ EPയുടെ പങ്ക് എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. EP മാനേജറായിരുന്ന ആയിരിക്കുന്ന സമയത്ത് ദേശാഭിമാനി സാമ്പത്തികമായി മെച്ചപ്പെടുകയുണ്ടായി. പക്ഷേ ലോട്ടറി പരസ്യങ്ങളുടെ പേരിൽ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി എന്നത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. വലിയ വിമർശനങ്ങൾക്കും വിധേയമായി. VS പക്ഷം ആഞ്ഞടിച്ചതോടെ പണം മാർട്ടിനെ തിരികെ കൊടുക്കുകയും ചെയ്തു. EPയുടെ സ്ഥാനവും അതോടുകൂടി തെറിക്കുകയും ചെയ്തു. അതുപോലെ CPM പ്രീണത്തിന് വിവാദ വ്യവസായിയായിട്ടുള്ള VM രാധാകൃഷ്ണൻ്റെ പരസ്യം അത് 1-ാം പേജിൽ കൊടുപ്പിച്ചതിൻ്റെയും സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന EP ജയരാജനാണ് എന്നുള്ള ആരോപണവുമുണ്ട്. എന്തായാലും രവി പിള്ള വരെയുള്ള വ്യവസായികൾ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരാണ് എന്നതിൽ സംശയമില്ല. EPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. അതായത് EPക്ക് ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായി ബന്ധം വരുന്നത് പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ ആ EPയെ വീണ്ടും ശാസിച്ചിരിക്കുകയാണ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാലും പാപിയാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് EP ജയരാജന് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കാണുന്നതിലോ സ്വകാര്യം പറയുന്നതിലോ കുറ്റമല്ല. താനും ജാവദേക്കറിനെ കണ്ടിട്ടുണ്ട് എന്നും അതും പൊതുവേദിയിലാണെന്നും, എന്നാൽ EPയും ജാവദേക്കറും കണ്ടപ്പോൾ സംശയ വ്യക്തിത്വം അതിന് സാക്ഷിയായി എന്നുള്ളതും, ആ മനുഷ്യൻ എങ്ങനെയും പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നും ആ കൂട്ടുകെട്ടുകളിൽ EP ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും ആളെ പറ്റിക്കുവാൻ നടക്കുന്നവരുടെയൊക്കെ കൂട്ടുകെട്ട് EP ഒഴിവാക്കേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ല എന്ന് മുമ്പും തെളിഞ്ഞിട്ടുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുകയായിരുന്നു. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളെന്ന് പറയപ്പെടുന്നത്. EPക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന സൂചന പിണറായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇടത് കൺവീനർ സ്ഥാനം EPക്ക് നഷ്ടമാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ ജയരാജ യുഗത്തിൻ്റെ അന്ത്യം തുടങ്ങുകയാണെന്ന് പറയാം.
ഇതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ പി യുഗം അവസാനിക്കുന്നു എന്ന് പറയേണ്ടി വരും. ജയരാജൻ്റെ കൂസലില്ലായ്മയും ചുടിയും തൻ്റെ ഇടവും വാക്ചാതുരിയും അതിജീവന ത്വരയും അന്ന് അത് കണ്ട് മലയാള മനോരമ പോലെ എഴുതി ഇത് ശരിക്കും ഗജരാജനാണെന്ന് തിടമ്പേറ്റിയ ഒരു കൊമ്പൻ്റെ ശൈലിയായിരുന്നു ഇ പി ജയരാജൻ്റെ പ്രസംഗങ്ങളിൽ. കഴിഞ്ഞകാല CPM രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് വിജയ ജയരാജന്മാർ ആയിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. EP, MVP എന്നീ 3 ജയരാജന്മാരും പിണറായി വിജയനും ചേർന്നാൽ കേരള CPM ആയി എന്ന ഒരു ചൊല്ല് തന്നെ അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ പി ജയരാജൻ നേരത്തെ തന്നെ സൈഡായി കഴിഞ്ഞു, അദ്ദേഹത്തെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് എത്തി. ഇപ്പോഴേതാ EP. പക്ഷേ മസിൽ പിടിച്ചു നിൽക്കുന്ന CPM നേതാക്കളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിരുന്നു EP ജയരാജൻ എന്ന നേതാവ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായി സൗഹൃദം പങ്കിടുകയും അണികളുടെ തോളിൽ കൈയിട്ട് ലോഹ്യം ചോദിക്കുന്ന രാഷ്ട്രീയ മുഖമാണ് EP ജയരാജൻ്റെത് എന്നുള്ളതാണ്. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് എതിരാളികൾ തൊടുത്ത വെടിയുണ്ടകളിലൊന്ന് അത് EP ജയരാജൻ്റെ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. ഈ വെടിയുണ്ട നീക്കം ചെയ്താൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ വരെ വിധിയെഴുതിയപ്പോഴും കഴുത്തിൽ തന്നെ ഇത് സൂക്ഷിച്ചാണ് താൻ ജീവിക്കുന്നത് എന്നുള്ള സത്യം ഈ നേതാവ് പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്. 1995 ഏപ്രിൽ 12 ന്യൂഡൽഹി ചെന്നൈ രാജധാനി എക്സ്പ്രസിൽ മുഴങ്ങിയ വെടിയൊച്ച ഇന്നും കേരളത്തിൻ്റെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചണ്ഡീഗഡിൽ നടന്ന CPM 15ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ കുടുംബസമേതം നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള EP ജയരാജനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം അന്നുണ്ടായത് ആ ട്രെയിൻ വെച്ച്. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയായിരിക്കെ 2 തവണ RSS ബോംബാക്രമണത്തിൽ നിന്ന് തന്നെ EP ജയരാജൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പാനൂരിലെ ആക്രമണത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കാര്യമായിട്ടുള്ള തകരാർ സംഭവിച്ചപ്പോഴും അന്ന് മറ്റൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ കാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞ ബോംബുകൾ തൊട്ടുമുന്നിൽ പാർട്ടി പ്രവർത്തകർ സഞ്ചരിച്ചിട്ടുള്ള വാഹനത്തിലാണ് പതിച്ചത് എന്നുള്ളതാണ് അന്നത്തെ വസ്തുത. അല്ലെങ്കിൽ EP ജയരാജൻ തട്ടിപ്പോയന്. ഈ രീതിയിലുള്ള വലിയ ചരിത്രമുള്ള നേതാവിന് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്നുള്ളതാണ്. രാജ്യവും രാജ്യഭാരവും ഒക്കെ നഷ്ടപ്പെട്ട് പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് EP ജയരാജൻ മടങ്ങുകയാണ്. കമ്മ്യൂണിസം എന്ന EP-യുടെ രാഷ്ട്രീയവും സ്വത്വബോധവും നിലപാടുകളുമൊക്കെ കണ്ണൂരിൽ തന്നെ മടക്കി വെച്ച് അദ്ദേഹം ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വരും ദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ പടിയിറക്കത്തിൻ്റെതാണ്. കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനോടും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവിനോടും അദ്ദേഹം നടത്തിയ ആത്മാർത്ഥപൂർണ്ണമായിട്ടുള്ള പരിചരണം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു EP ജയരാജൻ എന്ന് പറയേണ്ടി വരും. പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനായ EP ജയരാജൻ അവസാനം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നത് വേദനാജനകം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.